എൻ പിയേഴ്സണും രാഷ്ട്രീയ നിരീക്ഷകൻ തത്സമയം ചേരുകയാണ്. ശ്രീ പിയേഴ്സൺ, അങ്ങ് വി എസിനെ എങ്ങനെയാണ് അനുസ്മരിക്കുന്നത്? തീർച്ചയായിട്ടും ജീവിതം പോരാട്ടമാണ് എന്നും ആ പോരാട്ടം എന്ന് പറയുന്നത് തനിക്ക് വേണ്ടി മാത്രമുള്ള പോരാട്ടമല്ല, താൻ ജീവിക്കുന്നതായിട്ടുള്ള സമൂഹത്തിലെ ഏറ്റവും അശരണരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന പാഠം നൽകുകയും ആ പാഠം നൽകുക മാത്രമല്ല നമുക്കൊരു അനുഭൂതിയുമായിട്ട് അത് ഫീൽ ചെയ്യിപ്പിച്ചു എന്ന ഒരു പ്രത്യേകതയാണ് വി എസിനുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രസ്ഥാനമായി കഴിഞ്ഞാലും പ്രസ്ഥാനങ്ങളുടെ യാത്രകളിൽ പലപ്പോഴും അവയ്ക്ക് ജീർണത പിടിപെടാം, അവയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ നിന്ന് വേണമെങ്കിൽ വ്യതിചലിക്കാം. അങ്ങനെ വ്യതിചലിക്കാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് വ്യതിചലിക്കരുത് എന്ന് പറയാനുള്ള ഒരു ശബ്ദം ആ പാർട്ടിക്കകത്തുണ്ട് എന്നുള്ളത് ആ പാർട്ടിയുടെ ജൈവീയത തന്നെയായിരുന്നു. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ ഒരു ജൈവശക്തിയായിട്ട് ഊർജമായിട്ട് അതിനകത്ത് പ്രവർത്തിക്കുകയും അതിനെ തിരുത്തുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ആവശ്യം വേണ്ട വിമതത്വവും ആവശ്യം വേണ്ട വിധേയത്വവും വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ചലനാത്മകതയെ സൃഷ്ടിക്കുന്ന ഒരു പ്രതിഭാസം കൂടിയായിട്ട് വി എസ് മാറിയിരുന്നു എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തെ എക്കാലത്തും ഓർക്കാനായിട്ടുള്ളതും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം നമ്മളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ ദാമോദർ പ്രസാദ്, ഇപ്പോ അങ്ങ് പറയുകയുണ്ടായി ജനകീയ സമരങ്ങൾ ഏറ്റെടുക്കുന്നതിലെ ഒരു തുടർച്ച AKGക്ക് ശേഷം അത് വി എസ് ആയിരുന്നു, ആ കണ്ണി അറ്റുപോയിരിക്കുന്നുവെന്ന്. ഇപ്പോ വി എസുമായി ബന്ധപ്പെട്ട് വിമത സ്വഭാവത്തിലായിരുന്നു വി എസ് ആ ഏറ്റെടുത്ത സമരങ്ങളെ മുഴുവൻ പാർട്ടി സംഘടന കണ്ടിരുന്നത്. പക്ഷേ അങ്ങേപ്പോലുള്ളവർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇപ്പോൾ ജനസഞ്ചയ രാഷ്ട്രീയം എന്നൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിവിധ വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സമരമുഖങ്ങൾ, അത് ഈ ജനസഞ്ചയ രാഷ്ട്രീയം എന്ന പരികല്പനയൊക്കെ വരുന്നതിന് മുൻപ് തന്നെ, ഒരു പതിറ്റാണ്ടിന് മുൻപ് തന്നെ വി എസിന് ഏറ്റെടുക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? വേണു, അതായത് നമ്മൾ നോക്കുന്നത് നമ്മുടെ നവലിബറൽ സങ്കല്പങ്ങളൊക്കെ തന്നെ വ്യാപകമാവുകയും ഒരു മധ്യവർഗ്ഗ ജീവിതം വരികയും ഇടതുപക്ഷ മൂല്യങ്ങൾ തിരോഭവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് വി എസിൻ്റെ പ്രതിപക്ഷ നേതാവ് ഏറ്റവും സജീവമായി വരുന്നത്. ആ സമയത്ത് വി എസ് ആ വർഗ്ഗരാഷ്ട്രീയം നിലനിർത്തി തൻ്റെ വർഗ്ഗ സ്വഭാവം നിലനിർത്തിയ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആ വർഗ്ഗ സ്വഭാവം നിലനിർത്തിയത് ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മറ്റു നേതാക്കളും ഉണ്ട്, ഇല്ല ഞാൻ പറയുന്നത്. കാര്യം അതുപോലെ വർഗ്ഗ സ്വഭാവം നിലനിർത്തിയപ്പോൾ പ്രധാനപ്പെട്ട മറ്റു നേതാക്കളുണ്ട്. പക്ഷേ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ 2000 എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ലോക സാമ്പത്തിക വ്യവസ്ഥ മാറി, സാമൂഹിക ജീവിതത്തിൻ്റെ വ്യവസ്ഥകൾ മാറി, പലതരത്തിലുള്ള മധ്യവർഗത്തിൻ്റെ പുതിയ താല്പര്യങ്ങൾ വന്നു, ഒരു ഭോഗ സമൂഹത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ആ സമയത്ത് ഇടതുപക്ഷ മൂല്യങ്ങൾ തന്നെ തിരോഭവിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിലാണ് വി എസ് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തെടുക്കുകയും ആ സമരം ഓരോ സ്ഥലവും എങ്ങനെയാണ് വ്യാപിച്ചത്? പുതിയ തലമുറ സമരങ്ങളാണ് വി എസ് ഏറ്റെടുത്തത്. പരിസ്ഥിതി പ്രശ്നം അത് CPM പഠിപ്പിച്ചു കൊടുത്തിരിക്കും വി എസ് ആണ്. പരിസ്ഥിതി പ്രശ്നം വി എസിനെ പോലെ 90-80 വയസ്സ് പ്രായത്തിലാണ് വി എസ് പരിസ്ഥിതി പ്രശ്നം ഗൗരവമായി അതിന് മുമ്പുണ്ട്. തീർച്ചയായും അത് അന്ന് കർഷക തൊഴിലാളികളുടെ പ്രശ്നമായിട്ടാണ് വി എസ് അവതരിപ്പിച്ചത്. പക്ഷേ അന്നും വി എസിന് വളരെ നെഗറ്റീവ് രീതിയിലാണ് കേരളം മാധ്യമങ്ങൾ സ്വീകരിച്ചത്. പക്ഷേ വി എസ് യഥാർത്ഥ പരിസ്ഥിതി പ്രശ്നമാണ് ഉന്നയിക്കേണ്ടായിരുന്നത്. ആ പരിസ്ഥിതി ബോധം കേരളത്തിൽ വലിയ തോതിൽ ഇവിടെ പരിസ്ഥിതി സംഘടന ഉണ്ടായിരുന്നു, പരിസ്ഥിതി പ്രവർത്തനം ഉണ്ടായിരുന്നു, പരിസ്ഥിതി സമരങ്ങളുണ്ടായിരുന്നു. വി എസ് അതിന് പുതിയ മുഖം നൽകി അതിനെ ഇവിടുത്തെ മുഖ്യധാര ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം ബന്ധിപ്പിച്ചു. എന്ന് വെച്ചാൽ കേരളത്തിൽ പരിസ്ഥിതിവാദവും പരിസ്ഥിതി പ്രസ്ഥാനം ഇല്ലായിരുന്നല്ല, കാര്യം വളരെ സജീവമായിട്ട് പരിസ്ഥിതി മൂവ്മെൻറ്റ് കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ അതിന് മുഖ്യധാര ഇടതുപക്ഷ പ്രസ്ഥാനം ബന്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ ജനകീയമാക്കാനുള്ള സ്വഭാവം വി എസ് ആണ് നൽകിയത്. അതൊരു പൊതുതലമുറ സമരമായിരുന്നു. അതുപോലെ സ്ത്രീപക്ഷ സമരങ്ങൾ കേരളത്തിൽ, സ്ത്രീപക്ഷ പെൺപിള്ളി ഒരുമയ സമരം ഒരിക്കലും ഇവരുടെ വർഗ്ഗ നിലപാടിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നല്ല, അവർ ഉൾക്കൊണ്ടിട്ടുമില്ല. പക്ഷേ ആ സമരത്തിനോട് പിന്തുണ നൽകാൻ 90 വയസ്സിൽ വി എസ് സാധിച്ചു എന്നുള്ള വി എസ് ആ പുതിയ കാലഘട്ടത്തിൽ ഉൾക്കൊണ്ടിരുന്നുള്ളതാണ്. അപ്പോൾ നിരന്തരമായി തൻ്റെ വർഗ്ഗരാഷ്ട്രീയത്തെ നവീകരിക്കാനുള്ള പ്രവണത വി എസ് ഏതോ സഹജമായ രീതിയിൽ, അതാണ് പറഞ്ഞത്. വി എസിനെ സംബന്ധിച്ചോളം നവോത്ഥാന പാരമ്പര്യം അത് കൃത്യമായി വി എസ് ഉണ്ടായിരുന്നു. കാര്യം വി എസ് നവോത്ഥാനത്തിൻ്റെ പ്രൊഡക്റ്റാണ്. ആ സമര പാരമ്പര്യം, ശ്രീനാരായണീയ ആശയങ്ങൾ ഉൾക്കൊണ്ട സമര പാരമ്പര്യം വി എസിൽ വല്ലാതെ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചകൾ നമുക്ക് എപ്പോഴും കാണാം. പുതുസമരങ്ങൾ, പുതുകാലഘട്ടത്തിൻ്റെ സമരങ്ങൾ ഉൾക്കൊള്ളാൻ വി എസ് സാധിച്ചു. അതുപോലെ വി എസിന് സോഫ്റ്റ്വെയർ എന്താണ് അറിയുക? വി എസ് IT വിദഗ്ധനാണോ? അല്ല. പക്ഷേ വി എസിൻ്റെ തിരിച്ചറിവാണ്. വി എസിനെ ഉപദേശിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ടായി തീർച്ചയായിട്ടും. അത് പുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വയോധികന നേതാവിന് ഏറ്റവും പുതിയ കാര്യങ്ങൾ അറിയണമെന്നില്ല. ആ ഫ്രീ സോഫ്റ്റ്വെയർ സമരം, റിച്ചാർഡ് സ്റ്റോൾമാൻ്റെ സമരം, കേരളത്തിൽ ഫ്രീ സോഫ്റ്റ്വെയർ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ വി എസിനെ സാധിച്ചത്. അതിന് മുഖ്യധാര ഇടതുപക്ഷത്ത് ആര് വന്നിട്ടുണ്ട്? അപ്പോൾ അത്തരം അത് വൈജ്ഞാനിക മേഖലയിലെ വലിയ സമരമാണ്. ആ സമരത്തെ, അതായത് കുത്തകവൽക്കരണത്തിനെതിരെയുള്ള വൈജ്ഞാനിക മേഖലയിലെ സോഫ്റ്റ്വെയർ കുത്തകവൽക്കരണത്തിലുള്ള ഈ പുതുലോക സമരത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ വി എസിന് സാധിച്ചു. വി എസ് റിച്ചാർഡ് സ്റ്റോൾമാനായിട്ട് ബന്ധപ്പെട്ടു.
ഇങ്ങനെ പല ദിശകളിലും പല നിലകളിലും പല തട്ടുകളിലുമുള്ള പുതുകാലഘട്ടത്തെ സമരങ്ങൾ, അതായത് നവസാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉയർത്തിക്കൊണ്ട സമരങ്ങളെല്ലാം മുഖ്യധാര ഇടതുപക്ഷ പ്രസ്ഥാനം ബന്ധിപ്പിക്കാൻ, അതിനിപ്പോൾ ഒരു ഇടതുപക്ഷ പരിവേഷം നൽകാൻ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അത് ഏതാണ് ഘട്ടം? അങ്ങേയറ്റത്തെ ഈ എന്താ പറയുക ഒരു ഉപഭോഗവൽക്കരണവും ഈ പറഞ്ഞ പോലെ വികസന താല്പര്യങ്ങളും നവലിബറലിസവും അതുപോലുള്ള ഭൂമാഫിയകളൊക്കെ വിരാജിക്കുന്ന കാലഘട്ടത്തിലാണ് വി എസ് തിരിച്ച് അതിൽ നിന്നാണ് വി എസിൻ്റെ പ്രതിപക്ഷ സ്ഥാനം. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം വി എസിൻ്റെ പ്രതിപക്ഷ കാലഘട്ടം ഉജ്ജ്വലമായ കാലഘട്ടമാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു അന്ത്യം എന്ന് പറയുന്നത് വി എസിന് ടിക്കറ്റ് നിഷേധിക്കുന്ന സ്ഥിതിയാണ് എത്തിയത്. വി എസിൻ്റെ ഈ ഊർജ്ജസ്വലമായിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ കാലം അംഗീകരിക്കപ്പെടേണ്ടതായിരുന്നു എന്നിട്ട് ആദ്യഘട്ടം നമുക്കറിയാം. ഇന്ന് വി എസിനെ അന്ത്യോപചാരം അർപ്പിക്കാനുള്ള നമ്മൾ കാണുന്ന ബഹുജനം കാണുന്നത് ഞാൻ ഓർക്കുന്നത് അന്ന് കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് വി എസിനെ കാണാൻ പോയ ജനപ്രവാഹമാണ്. വി എസിന് ടിക്കറ്റ് നിഷേധിക്കപ്പെട്ട കാലഘട്ടത്തിൽ ആ പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് വി എസ് ഏറ്റെടുത്ത സമരങ്ങളുടെ ഒരു തുടർച്ച നിലയ്ക്ക് അദ്ദേഹം, പക്ഷേ പിന്നീട് സീറ്റ് കിട്ടിയ കാര്യം കേന്ദ്ര നേതൃത്വം ഇടപെടുകയും അങ്ങനെ അദ്ദേഹം മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. മുഖ്യമന്ത്രിയായിട്ടും ഈ പുതുകാര്യ സമരങ്ങൾ അദ്ദേഹം മുന്നോട്ട് കൊണ്ടായി. പിന്നെ നമ്മൾ നോക്കുന്നത് ഇതിനുശേഷം 2010 ശേഷം ഒരു സീറ്റ് തോൽക്കേണ്ടി വന്ന സാഹചര്യത്തിലും പിന്നീട് വന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് സമയത്താണ് പെൺപിള്ളേരിയ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ സജീവമായി നിന്നുകൊണ്ട് പുതിയ കാലഘട്ടത്തിൻ്റെ സമരങ്ങളെ പ്രവണതകളെ മുഴുവൻ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും ഇന്ന് ആർക്ക് പറ്റുന്നുണ്ടത്. അത്തരം കാര്യം ഉൾക്കൊള്ളാനുള്ള ശേഷി പോലും പലപ്പോഴും അങ്ങനെ അതിൻ്റെ ഒരു ഊർജ്ജം, അതിൻ്റെ ഒരു സഹജമായിട്ടൊരു രാഷ്ട്രീയ ബോധം, അത് ആ പാരമ്പര്യത്തിൽ വരുന്ന സഹജമായ പാരമ്പര്യ നവോത്ഥാനത്തിൻ്റെ മഹത്തായ ആശയങ്ങൾ ഉൾക്കൊണ്ടെന്ന് വരുന്ന ആ സമരപാരമ്പര്യമാണ് വി എസിനെ കേരളത്തിലെ എന്താ പറയുക ഒരു പ്രധാനപ്പെട്ട നേതാക്കുന്നത് അതുല്യനാക്കുന്നത്. അതാണ് വി എസിനെ അതുല്യനാക്കുന്നത്. കാര്യം അതുല്യനാക്കുന്ന വി എസിൻ്റെ ഈ ഒരു സമരമായിട്ട് സഹജമായിട്ട് സമരാവബോധവും പുതിയ കാലഘട്ടത്തിൽ സമരങ്ങൾ അറിയാനുള്ള ഇപ്പോൾ സർ സി പി ക്കെതിരെ നടന്ന സമരവും ഫ്രീ സോഫ്റ്റ്വെയറിലെ കുത്തവൽക്കര സമരം തമ്മിലുള്ള ഒരു വലിയ നൈരന്തര്യം വി എസിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഇതാണ് വി എസിനെ വി എസ് ആക്കുന്നത്, വി എസിനെ അതുല്യനാക്കുന്നത്, വി എസിനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ആളാക്കുന്നത്. പക്ഷേ വി എസിനെ പലരും ഉപയോഗിക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും സങ്കടം കഴിഞ്ഞ ദിവസങ്ങളിൽ വി എസിൻ്റെ പേര് വളരെ വികലമായ രീതിയിൽ നമ്മുടെ മനപ്പുറമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചു. തീർച്ചയായും വി എസിൻ്റെ ഭാഗത്ത് പറ്റിയ പിഴവ് തന്നെയാണ്. ഒരു സംശയം ആ കാലത്തും ഇല്ല, ഈ കാലത്തും നമുക്ക് ആർക്ക് വേണ്ടല്ല. വി എസിൻ്റെ ഭാഗത്ത് പറ്റിയ പിഴവാണ്. വി എസിന് ആരും ഉപദേശിച്ചു കൊടുത്ത വി എസ് പരിശോധിക്കാതെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ആ വി എസിന് ഉപയോഗിക്കുന്ന ആരാണ്? വി എസ് തന്നെ എതിർക്കുന്ന ആൾക്കാരെ. കാര്യം മൈക്രോ ഫിനാൻസൊക്കെ ബന്ധപ്പെട്ട് വി എസ് തന്നെ പല സമരങ്ങളും കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന സമരം എവിടെ എത്തിയിട്ടില്ല നമുക്കറിയാം. വി എസിന് ഉയർത്തിക്കൊണ്ട് ആ ആൾക്കാരാണ് വി എസിൻ്റെ പേര് ഉദ്ധരിക്കുന്നത്. അതാണ് ഏറ്റവും കഷ്ടകരവും സങ്കടകരമായിട്ടുള്ള കാര്യം. വി എസിനെ ആരും ഉദ്ധരിക്കുന്നുള്ള കാര്യം പോലും നമ്മുടെ സമയം വേദനാജനകമാണ്. വി എസിനെ പേര് പോലും പരാമർശിക്കാൻ അർഹതയില്ലാത്തവർക്ക് പോലും വി എസിനെ കുറിച്ച് പറയുന്ന ഒരു ഗതികേടും കൂടി വി എസിന് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് വി എസിൻ്റെ ഓർമ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറുത്തിൽപ്പിൻ്റെ ഓർമ്മ കൂടിയാണ്. പുതിയ കാല രാഷ്ട്രീയത്തിൻ്റെ ഓരോ പുതിയ അധ്യായം തുടങ്ങുമ്പോഴും പുതിയ സമരങ്ങൾ ഏറ്റെടുക്കുമ്പോഴും വി എസിൻ്റെ നമ്മളെ സ്മരണയാണ്. വി എസ് ആ സമരത്തേക്ക് നമ്മളെ അതൊരു പുതിയ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പുതിയ ഒരു തരത്തിലുള്ള ഒരു ബഹുജന രാഷ്ട്രീയം. തീർച്ചയായിട്ടും വേണു സൂചിപ്പിച്ച കാര്യമുണ്ട്, ഈ ജനസഞ്ചയ രാഷ്ട്രീയം, ജനസഞ്ചയ മൾട്ടിറ്റ്യൂഡൽ രാഷ്ട്രീയം. അതൊരു സൈദ്ധാന്തികമായിട്ട് ഉൾക്കൊണ്ട ആളല്ല വി എസ്. പക്ഷേ വി എസ് വിവിധ, അതായത് സ്ത്രീ തൊഴിലാളികളുടെ സമരം, പരിസ്ഥിതി സമരം, അതൊക്കെ ജനകീയ സമരങ്ങളായി മാറ്റുന്ന വഴി വി എസ് എന്ത് ചെയ്തു? വലിയ തോതിൽ ആൾക്കാരിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ ഡൽഹിയിലൊക്കെ പിന്നീട് കണ്ട വലതുപക്ഷ സമരങ്ങളെക്കാളെല്ലാം എത്രയോ മുമ്പ് തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായി ഇടതുപക്ഷ രാഷ്ട്രീയ മുഖം കൊടുത്തുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഒരു ധാരണയിൽ രൂപപ്പെടുത്തിയ ബഹുജന രാഷ്ട്രീയത്തിന് വി എസിന് സ്പേസ് കൊടുക്കാൻ സാധിച്ചു. അതിൻ്റെ വലിയ ഗുണഫലങ്ങൾ കേരളം അനുഭവിച്ചിട്ടുണ്ട്. പലതരത്തിലും കേരളം ഇന്നും അനുഭവിച്ചിട്ടുണ്ട് ഗുണഫലങ്ങൾ, അതാണ് പലതരത്തിലും. പക്ഷേ അതിനൊക്കെ നമ്മൾ പിന്നോട്ട് അടിക്കുകയാണെന്നുള്ള കാര്യം സംശയം നമ്മുടെ അവശേഷിക്കുന്നുണ്ട്.